നമസ്കാരം. ശക്തമായ ഭരണവിരുദ്ധത കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF വലിയ തോൽവി നേരിടേണ്ടി വന്നത്. പക്ഷേ എന്നാലും അത് സമ്മതിച്ചു കൊടുക്കാൻ സഖാക്കൾക്ക് കുറച്ച് മടി തന്നെയാണ്. എന്നാൽ എല്ലാ വിരലുകളും വിരൽ ചൂണ്ടുന്നത് പിണറായിയിലേക്കുമാണ്. കാരണം തോൽവിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സംഭാവന കുറച്ചധികം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകളും കമ്പനിയുമെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്തതാണ്. അതെല്ലാം തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നൊന്നായി എടുത്തു പറയേണ്ടത് പോലുമില്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻ തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്കൊരുങ്ങുകയാണ് CPM. പാർട്ടിയെ ഞെട്ടിച്ച തോൽവിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണെന്ന വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ അത് ഉയരാതിരിക്കാനുള്ള ശ്രമങ്ങളും ശക്തമാണ്. പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റിൽ ചർച്ച. പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. സംസ്ഥാന സമിതിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ CPM-ന് ജയിക്കാനായുള്ളൂ. പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള അന്വേഷണം വന്നേക്കുമെന്നാണ് സൂചന. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക് വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. പാർട്ടിയിലും സർക്കാരിലും വരുത്തേണ്ട തിരുത്തൽ നയത്തെക്കുറിച്ചും ചേർന്ന CPM സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. അടുത്ത 3 ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യങ്ങൾ ചർച്ചയാകും. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടയാക്കിയതിന് പിന്നിലെന്ന് തലപുകയ്ക്കുകയാണ് CPM PBയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നു. ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും BJPയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും PB വിലയിരുത്തുകയും ചെയ്തു. തൃശൂരിലെ സ്ഥിതിയടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതൽ തുടരവേ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട ഐസക്കിനെ പോലുള്ള നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തൽ ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് ആശ്വാസം പകരുന്നതാണ്. ഇതോടെ പാർട്ടിക്കുള്ളിലും ചിലത് ഉരുണ്ടുകൂടുന്നുണ്ട്. തിരുത്തുമെന്ന പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതിന് പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പരസ്യമായി പ്രകടിപ്പിച്ചു. ഇത് ജനവികാരം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു. തോൽവിയുടെ കാരണം തേടി പാർട്ടി നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയാണ് ഐസക്കിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയെ നോക്കി മറുവാക്ക് പറയാൻ കഴിയാത്ത ആൾക്കൂട്ടമായി പാർട്ടി നേതൃഘടകം മാറുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടെ ഐസക്കിന്റെ നിലപാട് എന്നതും പ്രധാനമാണ്. ഇടതു വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നതിന്റെ അസ്വാരസ്യങ്ങൾ ആലപ്പുഴയിൽ പുകയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനെതിരെ കടുത്ത വിമർശനമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് തോറ്റുവെന്നതിന് കേന്ദ്ര ഭരണമാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്ന മുഖ്യമന്ത്രിയുടെ തിയറി ഭൂരിപക്ഷം നേതാക്കൾക്കും അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സമീപനവും സർക്കാരിന്റെ പ്രവർത്തനവും ഇടതുവിരുദ്ധ വോട്ടായി മാറിയിട്ടുണ്ടെന്ന കാര്യം പലരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് പാർട്ടി യോഗത്തിൽ ഉയരാനിടയില്ലെന്ന കാര്യം അവർ തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രതികരണം. ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇടതു വോട്ടുകൾ ചോർന്നുപോയതിന് പ്രവർത്തകരുടെ പെരുമാറ്റ ശൈലി തൃപ്തികരമല്ലാത്തതാണോ? അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വന്നതിലുള്ള ദേഷ്യമാണോ? സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ? കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമാണോ എന്നെല്ലാം പരിശോധിക്കണമെന്നാണ് ഐസക് പറഞ്ഞത്. ഇതിലേറെയും മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതുമാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്ന അഴിമതി ആരോപണത്തിൽ പ്രധാനം മാസപ്പടിയാണ്. ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുള്ളതാണ്. പെരുമാറ്റ ശൈലിയിലും വിമർശനം നേരിടുന്നതും പ്രധാനമായും മുഖ്യമന്ത്രിയാണ്. ഐസക് ചൂണ്ടിക്കാട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടവും പാർട്ടിയെ ബാധിക്കുന്ന കാരണമല്ല. ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടുകളുടെ കണക്ക്, ഇടതുപക്ഷത്തിന് വോട്ട് ചോർച്ചയുണ്ടായ മേഖലകൾ, തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടാണ് മണ്ഡലം തലത്തിൽ നിന്നും ലഭിക്കുന്നത്.
ലഭിച്ചിട്ടുള്ളത്. ഇത് സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിക്കും. 10 മണ്ഡലങ്ങളുടെ പരിശോധനയാണ് ഞായറാഴ്ച പൂർത്തിയായത്. അതും കൂടാതെ CPM പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ പ്രതിരോധിക്കാൻ ഓടിയെത്തുന്ന ഫേസ്ബുക്കിലെ പാർട്ടി അനുകൂല പേജാണ് പോരാളി ഷാജി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികൾ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളാണെന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിമർശനം ഉന്നയിച്ചതും ഇപ്പോൾ പാർട്ടിക്ക് തലവേദനയായി മാറുകയാണ്. അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ പേജുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്നടക്കമുള്ള അന്വേഷണം പോലീസും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സൈബർ സെൽ ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തിരിച്ചടിച്ചിരുന്നു. ഇതെല്ലാം പാർട്ടിയെ ജനങ്ങൾ കൈവിട്ടു തുടങ്ങാനുള്ള കാരണങ്ങളാവുകയാണ്. നന്ദി.